നമസ്കാരം, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ്, എന്നാലും കാണാത്തവർക്കായി ഇത് സമർപ്പിക്കുന്നു. ഇത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്വാമി നിത്യാനന്ദ ആശ്രമമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഭഗവാൻ നിത്യാനന്ദ 1923-നും 27-നും ഇടയിൽ കാഞ്ഞങ്ങാട് എത്തി. അദ്ദേഹത്തിന് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു ദൈവിക ദൗത്യവുമായാണ് എത്തിയത്. പക്ഷേ ആ പ്രകടനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. 43 ഗുഹകളും അത് ഒരൊറ്റ ലാറ്ററൈറ്റ് കല്ലിൽ കൊത്തിയെടുത്തുകൊണ്ട് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് പ്രത്യേകം നിർമ്മിച്ച 43 പുണ്യഗുഹകൾ എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ ഗ്രഹണശേഷിക്ക് അതീതമായി ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഈ കുന്നിൻ്റെ അകത്ത് കാണുന്നത്. പക്ഷേ അതിനകത്ത് വീഡിയോ, മൊബൈൽ ഫോൺ ഒന്നും അലൗഡ് അല്ലാത്തതിനാൽ നമുക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ നമുക്ക് അതിനകത്ത് കയറി കാണാവുന്നതാണ്. അപ്പോൾ അതിനകത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത, തണുപ്പ് കാലത്ത് ഒരു ചൂടും നല്ല ചൂട് കാലത്ത് നല്ല തണുപ്പും അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം ഈ ഗുഹ നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം താമസിച്ചപ്പോൾ, ഇവിടെ വസിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന റൂമും വസ്തുക്കളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ധ്യാനത്തിന് വളരെ പേരുകേട്ട സ്ഥലമാണ് കേട്ടോ. അതുപോലെയുള്ള വളരെ സൈലൻ്റായ ഒരു പ്രദേശമാണ്. ധ്യാനമിരിക്കുന്നവർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചലോഹത്തിൽ തീർത്ത അതിമനോഹരമായ ഒരു ശില്പം ഇതിനകത്തുണ്ട്. അത് നമുക്ക് കാണാൻ സാധ്യമാണ്. ഈ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് താഴെയാണ് ആ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് ബാക്കി പുറത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആത്മീയ നേതാവായ സ്വാമി നിത്യാനന്ദ ഒരു സന്യാസ ജീവിതം നയിക്കുകയും ഭക്തരെ ഭൗതിക മോഹങ്ങൾ ഉപേക്ഷിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയിലെ മഹാനായ സന്യാസിമാരിൽ ഒരാളാണ് ഇദ്ദേഹം. കഷ്ടപ്പെടുന്നവർക്ക് സഹായഹസ്തം നൽകുകയും ഒരു വലിയ കൂട്ടം ആളുകളുടെ ആത്മീയ അജ്ഞത നീക്കം ചെയ്യുകയും ചെയ്തു. രാവിലെ 5 മണിക്ക് ഇവിടെ ഈ ആശ്രമം തുറന്നാൽ 12:30 വരെയും 3 മണിക്ക് മുതൽ 7:30 വരെയുമാണ് ഇവിടുത്തെ സമയം. അതിന് ഇടയിൽ പൂജകളൊക്കെ നടക്കും. ഭോജനാലയയിൽ നമുക്ക് ഡൈനിങ് ഹാളൊക്കെ ഇടേണ്ടത്. ടീ ഉണ്ട് രാവിലെയും വൈകുന്നേരവും. പ്രസാദമായിട്ട് ഭക്ഷണം ഉണ്ട്. വരുന്നവർക്ക് ഇവിടെ ഡെവോട്ടീസ് ആരാടോ വരുന്നവരോ ഭക്തന്മാരോ അല്ലെങ്കിൽ ധ്യാനത്തിന് വരുന്നവർക്ക് താമസിക്കാനുള്ള അക്കോമഡേഷൻ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ ലഭ്യമാണ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരം, അതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്നും 2 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഇവിടുത്തെ വാഹന സൗകര്യം, വരാൻ പോകാനൊക്കെ വാഹന സൗകര്യം, ടാക്സി, ഓട്ടോ സൗകര്യം എല്ലാം ലഭ്യമാണ്. വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് ഇവിടെ.